കൂട്ടുകാരെ, എല്ലാവർക്കും ജിഷാസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ ഇന്ന് രാവിലെ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തുണി എനിക്ക് വെളിയിൽ അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കുറേ തുണി വാഷിംഗ് മെഷീനിൽ കഴുകി. അപ്പോൾ ചില ഡ്രസ്സുകളൊന്നും വാഷിംഗ് മെഷീനിൽ കഴുകിയാൽ ചെളിയൊന്നും പോവില്ല. അപ്പോൾ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതവിടെ കല്ലിൽ വെച്ചിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണിയാണ്. നല്ല വെയിലാവുമ്പം ഇവിടെ പുറത്ത് നല്ല വെയിലായിരിക്കും കേട്ടോ. അപ്പോൾ പുറത്ത് ഇങ്ങനെ കഴുകാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ നല്ല വെയിൽ വരുന്നതിന് മുമ്പ് തന്നെ പുറത്തുനിന്ന് കഴുകി അത് ഉണക്കാനിടുകയാണെങ്കിൽ നമ്മുടെ ആ പണിയങ്ങ് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയത്. അപ്പോൾ 10 മണിയായപ്പോൾ തന്നെ ചോറും കറിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തുണി കഴുകുക, അടിച്ച് വാരുക, പാത്രം കഴുകുക, അങ്ങനെയുള്ള പണികളേ ഉള്ളൂ. എണീക്കാനും ഇത്തിരി ലേറ്റായി കേട്ടോ. 7 മണിയൊക്കെ ആയി. എന്താ അറിയില്ല, അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ പെട്ടെന്ന് എണീറ്റപ്പോൾ 7 മണിയായി. എന്നിട്ട് പിന്നെ പെട്ടെന്ന് പൊടുപൊടുവെന്ന് പണി ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇപ്പോൾ മാങ്ങ സീസണാണല്ലോ. ഞങ്ങളുടെ പറമ്പിൽ മാങ്ങയില്ല കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി കുറച്ച് മാങ്ങ തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നു, അത് ഞങ്ങൾ പഴുപ്പിച്ചു. അപ്പം ഇപ്പോൾ കുറച്ച് മാങ്ങ തന്നിട്ടുണ്ട്. അത് 2 അച്ചാറിടണം കേട്ടോ. 2 ഉപ്പിലിടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തീരുന്നതുകൊണ്ട് കുറച്ചാകുമ്പോഴും കുഴപ്പമില്ല. പിള്ളേർ വേഗം 2 ദിവസം കൊണ്ടൊക്കെ തീർക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടതാ ഞാൻ മാങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മാങ്ങയെല്ലാം ചെനച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അച്ചാറിടുമ്പോൾ ഒരു മധുരവും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിതാ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഉപ്പിലിടാൻ വേണ്ടിയിട്ടും കുറച്ച് വേണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ ചോറിന് കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ആ പണി ചെയ്യാം കേട്ടോ. തുണിയെല്ലാം അലക്കി അത് ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടു. പുറത്തെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഉള്ളിലേക്ക് കയറി വന്നതാണ്. നല്ല വെയിലും ഉണ്ട്, നല്ല ചൂടും ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഉപ്പിലിട്ടുകൊണ്ടിരുന്ന പാത്രം കേട്ടോ. അതിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ അത് തീരുമ്പോൾ പിന്നെയും മാങ്ങ കിട്ടുമ്പോഴും അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാനിത് അതിലേക്ക് മാങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പിട്ട് കൊടുത്തു, വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആദ്യമേ ചെയ്ത് വെച്ചാണ്. അതിൽ തന്നെ പിന്നെ ഇടുക കേട്ടോ. വേഗം തീരും. 1 ആഴ്ച കൊണ്ടൊക്കെ തീരും. ഇങ്ങനെ നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഉപ്പ്, വിനാഗിരി അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് പച്ചമുളക് അത് കീറിയിടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഒരു ഇളം മഞ്ഞ കളറായിരിക്കും കേട്ടോ. എന്നിട്ടൊന്ന് ഉപ്പിലിടുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. അപ്പം നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുറച്ച് മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു. പിന്നെ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി കുറച്ച് അരിഞ്ഞത്, കുറച്ച് മതി കേട്ടോ. കുറച്ച് മാങ്ങ ഉള്ളതുകൊണ്ട് കുറച്ചാണ്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില നന്നായി വഴറ്റുക. നന്നായിട്ടത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, കായപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അടിപൊളിയായിരിക്കും കേട്ടോ ഇങ്ങനെ ഒരു മാങ്ങ അച്ചാർ. അപ്പം നിങ്ങളെങ്ങനെയാണ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. ഇത് നല്ല ടേസ്റ്റാണ്. ഞാനിങ്ങനെ ഒരു രീതിയിലാണ് ഇടാറുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മാങ്ങ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചേ ഉള്ളൂ. ഒരുപാട് ഇടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തീരുകയില്ല. കുറച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. പിന്നെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. അപ്പോൾ മാങ്ങ കുറവായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ പിന്നെ നമ്മുടെ മാങ്ങ ഉപ്പിലിടൽ, അച്ചാറിടലൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ അച്ചാറിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. അപ്പോൾ നല്ല കളറായിരിക്കും കേട്ടോ. എരിവും കുറവായിരിക്കും. അപ്പോൾ നിങ്ങളും
ആ മുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന അധികം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.